രാവിലെ ഈ പ്ലാസ്റ്റിക് കൊട്ടയം പിടിച്ചോണ്ട് എങ്ങോട്ടാ പോകുന്നത്? രാവിലെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പാലിന് പോയപ്പോൾ അവിടെ കുറെ കൊഞ്ചുംപുളി നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ കൊഞ്ചുംപുളി കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ച്. അന്നാണ് കാണണമല്ലോ കൊഞ്ചുംപുളി എങ്ങനെയാ ഉണ്ടാക്കുന്നത്. എന്നാ വാ പോവാ. നല്ലപോലെ മൂത്ത പുളി നോക്കി പറിക്കണം, എന്നാലേ അച്ചാറിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ. നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായി ഒരു പാചക വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഓണത്തിൻ്റെ ആ സമയത്തൊക്കെ ഇട്ടതാണ്. പിന്നീട് ഇടാനൊന്നും അങ്ങനെ സമയം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഞങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് കൊഞ്ചുംപുളി എന്നാണ് പറയുന്നത്. മറ്റുള്ള നാടുകളിൽ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയില്ല. മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പുളിയെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ പേര് കണ്ടത് ഇരുമ്പം പുളി എന്നാണ്. ഇതിൽ ധാരാളം നാരുകളും വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പുളി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ മാത്രമല്ല, ജ്യൂസ് ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാം. ചിലർ മീൻകറിക്കകത്തൊക്കെ ഈ ഒരു പുളി ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ കുറച്ച് പുളിയെ പറിച്ചെടുത്തിട്ടുള്ളേ. പുളിയാൽ ഇതിൻ്റെ പൂവെല്ലാം ഇങ്ങനെ പറ്റിയിരിക്കും. എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ഇനി നമുക്കിതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാവേണ്ട, ഒരു ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കാര്യം ഇത് എളുപ്പം അങ്ങ് അലുത്തു പോകും. അതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പുളിയുടെ മുകളിലത്തെ ആ ഞെട്ടോടുകൂടിയ ഭാഗം അങ്ങ് മുറിച്ച് കളയുവാണ്. നമ്മൾ കൊഞ്ചുംപുളി മുഴുവൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ 2 പച്ചമുളകാണ് അച്ചാറിലിടാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചരിച്ചാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-12 കഷ്ണത്തോളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അല്ലി എടുക്കുക. ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുക്കാം. കൂടിപ്പോകരുതെന്നേ ഉള്ളൂ. നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണേ. വെളുത്തുള്ളിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറവായതുകൊണ്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത് കേട്ടോ. ഇത് ഈ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ബാക്കി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര എടുത്തിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിവിടെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പിലയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കഷ്ണങ്ങളും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി, ഉപ്പ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാത്തിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൊഞ്ചുമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് നമ്മുടെ ഈ കൊഞ്ചുമ്പുളി എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോഴേ പിന്നെ കളർ താണ്ട് ഇങ്ങനെ മാറി വരും. ആ പച്ച കളർ മാറി നല്ല യെല്ലോ കളർ വരുന്നുണ്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്പം ഫ്ലെയിം കൂട്ടണം. അന്നേരം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ താമസം എടുക്കും ഇതായി വരാനും. രണ്ടിപ്പം ഫ്ലെയിം കൂട്ടിയത് കൊണ്ട് വേഗമായി വരുന്നുണ്ടോ. മഞ്ഞ കളറായിരിക്കും എല്ലാം പുളിക്കഷ്ണങ്ങളിലേക്ക്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഉള്ളിയുടെ പച്ച കളറൊക്കെ മാറി മഞ്ഞ കളറിലോട്ട് വന്ന് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വാങ്ങി വെക്കാം. ഇതിൽ വിനാഗിരിയൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തെടുക്കാം. ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി, അതാണ് ഞാൻ 2 പച്ചമുളക് എടുത്തത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂടുതലെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഷുഗർ കൂടി ചേർക്കാം, ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അത് ഓപ്ഷണലാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്